ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലൂടെ നിർമ്മിത ബുദ്ധി രംഗത്തെ ഭാരതത്തിന്റെ അത്ഭുതകരമായ കഴിവുകൾ ലോകശ്രദ്ധ നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 130ാം പതിപ്പിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ പുരാതനമായ അറിവുകൾ ആധുനിക രീതിയിലൂടെ അറിയുന്നതിൽ ലോക നേതാക്കൾ താൽപര്യം പ്രകടിപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നിർമ്മിതമായ 3 നിർമ്മിത ബുദ്ധി മോഡലുകൾ ഉച്ചകോടിയിൽ പുറത്തിറക്കിയതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളിൽ ഒരാളായ കേരളത്തിൽ നിന്നുള്ള ആലൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആലിന്റെ മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്ക് അതീതമാണെന്നും അവരുടെ തീരുമാനം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ബഹുമാനം നിറച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. അവയവദാനം രോഗികളെ സഹായിക്കുന്നതിനോടൊപ്പം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെയും ശക്തിപ്പെടുത്തുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ഭാരതീയ ഗവർണർ ജനറലായിരുന്ന സി രാജഗോപാലാചാര്യയുടെ സ്മരണയിൽ നാളെ രാഷ്ട്രപതി ഭവനിൽ രാജാജി ഉത്സവ് ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് സി രാജഗോപാലാചാര്യയുടെ പ്രതിമ ഇതോടനുബന്ധിച്ച് അനാച്ഛാദനം ചെയ്യും. തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ വയലിൽ 570 ഇനം നെൽകൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ലോകത്തെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാജ്യത്തെ കർഷകർ ഭക്ഷ്യ ഉൽപാദനത്തിന് പുറമെ ഗുണനിലവാരത്തിലും മൂല്യവർദ്ധനവിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി. കേരളത്തിൽ തിരുനാവായിൽ നടന്ന മഹാമാഘ മഹോത്സവത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. കഴിഞ്ഞ വർഷം നടന്ന മഹാകുംഭമേളയും ഇത്തവണത്തെ കേരള കുംഭമേളയും സംസ്കാരത്തിന്റെ പുനഃസ്മരണയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നും വിദ്യാർത്ഥികളോട് പറഞ്ഞു. മാർക്ക് ഷീറ്റുകളിലൂടെയല്ല മൂല്യം നിർണ്ണയിക്കപ്പെടുകയെന്നും മാതാപിതാക്കളോടും അധ്യാപകരോടും നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും അദ്ദേഹം ഉപദേശം നൽകി. ഫെബ്രുവരി 24 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജന്മവാർഷിക ദിനമാണെന്ന് അനുസ്മരിച്ച ശ്രീ മോദി ജയലളിതയ്ക്ക് ആദരമർപ്പിച്ചു. ജനങ്ങൾക്ക് റമദാൻ ഹോളി ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉത്സവവേളകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മൻ കി ബാത്ത് ഉപസംഹരിച്ചത്. വികസിത ഭാരതത്തിൽ കണക്ടിവിറ്റിക്ക് നിർണായക സ്ഥാനമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിൽ മീററ്റ് മെട്രോയും നമോ ഭാരത് ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസാണ് മീററ്റ് മെട്രോ. 12,930 കോടി രൂപയോളം വില വരുന്ന വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 82 കിലോമീറ്റർ നീളമുള്ള ഡൽഹി മീററ്റ് നമോ ഭാരത് കോറിഡോറും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സംവിധാനത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള രാജ്യത്തെ ആദ്യ RRTS സംവിധാനമാണിത്. സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം സൈക്ലത്തോൺ ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. കൊച്ചി തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബാംദി സഞ്ജയ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 25 ദിവസം നീണ്ട യാത്രയിലൂടെ ഏകദേശം 6553 കിലോമീറ്റർ ദൂരമാണ് പശ്ചിമ തീര പൂർവ്വ തീര സൈക്ലത്തോൺ സംഘങ്ങൾ പിന്നിട്ടത്. സർക്കാർ പ്രസ്സുകൾ ആധുനികവൽക്കരിക്കാനുള്ള നടപടികൾ ഈ വർഷത്തോടെ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അച്ചടി വകുപ്പിന് കീഴിലുള്ള കാസർഗോഡ് ജില്ലയിലെ ഫാം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സുതാര്യവും കാര്യക്ഷമവുമായി നിയമനങ്ങൾ നടത്തുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് PSC ജില്ലാ ഓഫീസിന്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന കാര്യങ്ങളിൽ മുന്നോട്ട് കുതിക്കുന്ന കാസർഗോഡ് ജില്ലയ്ക്ക് പുതിയ നാഴികക്കല്ലാവും PSC ജില്ലാ ഓഫീസെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ നാളെ ചർച്ചകൾ നടക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.